ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊരു കുഞ്ഞ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അളവിലൊരു കുഞ്ഞ് ഡ്രസ്സ് തയ്ച്ച് ഇങ്ങോട്ട് അയക്കാൻ. അപ്പോൾ അതിൽ ഒരാൾ അയച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ചിട്ട് നോക്കാം കേട്ടോ. Somebody told me not to hope to find the woman of my kind. Don't give a damn to talk to a man who's tired of being blind. We don't deserve to live in cages till the last breath of life. And I know right now is that she came like thunder in the sky. I'm freaking out every night. രണ്ടെണ്ണം ഉണ്ട്, രണ്ടും ഇട്ട് വെക്കാം. അപേക്ഷിത ഫ്രണ്ട് എന്നുള്ളത് അകത്തേക്ക് ഇന്ന ടോപ്പാണ്. അതുകൊണ്ട് ഡ്രസ്സിൻ്റെ മേലെ തന്നെ ഇട്ടോ. നിങ്ങൾ പറയാം അഭിപ്രായം. കൂടെ ആളില്ലാത്തതുകൊണ്ട് എനിക്കൊരാളോട് അഭിപ്രായം ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളെന്നെ അഭിപ്രായം പറയാം. എന്താണ് ഇതിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ തന്നെ പറയാം. അപ്പം ബാക്ക് സൈഡ് കാണിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് ഇട്ട് വെക്കാം. അത് അയച്ചിട്ടിട്ടാ ക്ലോസ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് എനിക്ക് ഡൗട്ട് കേട്ടോ, ഇത് ബാക്കാണോ ഫ്രണ്ടാണോ എന്നൊരു ഡൗട്ട് ഇല്ല. നമുക്ക് മാറും ഉണ്ടാവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ആൾ രണ്ടെണ്ണമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിലൊരെണ്ണം ബാക്കിലേക്ക് 1 ഇഞ്ച് എങ്ങാണ്ട് നെക്ക് എടുത്തിട്ടായിരുന്നു. ഇത് ബാക്കിലേക്ക് 1 ഇഞ്ച് നെക്ക് ഇട്ടായിരുന്നു. ഇത് ബാക്കിലേക്ക് ഒരു 4 ഇഞ്ചോളം ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റിയുടെ സെയിം അളവിൽ. ഓക്കെ, ഞാനൊന്നെ കാണാനൊരു വെട്ടി ടോപ്പ് എടുക്കണ്ടല്ലേ. അപ്പം ഷേപ്പും കക്ഷക്കുഴി ഇതൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് സൂപ്പറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെത് ഓക്കെയാണ്. ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം. കൊണ്ട് എനിക്ക് ഓക്കെയാണ്. ഇനി എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയാം, എന്തൊക്കെയാണ് അതിലുള്ളത് ഇല്ലാത്തത് എന്നുള്ളത്. നമുക്ക് നമ്മുടെ ആരാണ് ഇതിൻ്റെ പേര് പറഞ്ഞു, സീനത്ത് കൽപ്പറ്റയിലുള്ള സീനത്താട്ടോ, വയനാട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഇവിടെ ഫ്രണ്ടിലെ ആംഹോളിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം എത്തിയിട്ടില്ല, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ചുഴിച്ച് കട്ട് ചെയ്തോ എന്ന ഡൗട്ട്. കാരണം അവിടെ ഫ്രണ്ടിലേക്ക് അങ്ങനെ വീതി കാണുന്നില്ല, എന്തെന്നാലും എനിക്കറിയില്ല. ഞാൻ കുട്ടിയോട് ചോദിച്ചു നോക്കിയാലേ അറിയുള്ളൂ, നമുക്ക് ചോദിക്കാം. പക്ഷേ ഷേപ്പിൻ്റെ ഭാഗം, കൈയുടെ കക്ഷക്കുഴിയുടെ ഭാഗം ഇതൊക്കെ പക്ക സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷോൾഡർ. ഇനി മെയിനായിട്ട് സ്റ്റിച്ചിങ് അൽഹംദുലില്ലാ നല്ല വൃത്തിയായിട്ട് തന്നെ ആൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ് നീറ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. ഇതിൽ ഒന്നുകൂടി ഇട്ട് നോക്കട്ടെ, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനത്. ഇതിൽ വന്നിട്ട് ആ മോളുടെ റിക്കാള് കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിലേക്ക് നെക്ക് എടുക്കാതെ വരുമ്പോൾ അങ്ങനെ വേണം, എങ്കിലൊക്കെ കറക്റ്റായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെയാണ്. ഫ്രണ്ടിലെ ആംഹോളിൻ്റെ ചൂടി കട്ട് ചെയ്തിട്ടുണ്ടാവണം, അല്ലാണ്ട് ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഇല്ല. ബാക്കിൽ എന്താണെന്ന് എനിക്ക് കാണുന്നില്ല, നിങ്ങൾ വേണം പറയാൻ കേട്ടോ. ബാക്കിലുള്ള പ്രശ്നം ബാക്കിൽ ഓക്കെയാണല്ലേ, മാഷാ അല്ലാഹ്. ബാക്കിലാണ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല. ഇത് ഓക്കെയാണ്, ആംഹോളും റിക്കാളുകൊണ്ടും എല്ലാ ഭാഗങ്ങളും കൊണ്ടും ഓക്കെയാണ്. ഷോൾഡറിൻ്റെ ഭാഗവും ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ നെക്കിനും അതിൻ്റെ നെക്കിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പീസ് വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്, അതായത് സ്ക്വയർ പീസിലാണ് തയ്ച്ചിട്ടുള്ളത്. ഇത് പുള്ളിക്കാരി നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്.
രണ്ടും സ്റ്റിച്ചിങ് ഓക്കെയാണ്, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, പ്രത്യേകിച്ചൊന്നുമില്ല. ഭംഗിയില്ലേ? എനിക്ക് ഭംഗിയുണ്ട്. എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ, ഭംഗിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊന്നല്ല കേട്ടോ, പക്ഷേ അല്ല സ്റ്റിച്ചിങ് ഓക്കെയാണ്. പിന്നെന്താ, എല്ലാം കൊണ്ട് ഓക്കെ തന്നെയാണ്. ഇനി ആൾ ബേക്കിലേക്ക് ഒരു 8 ഇഞ്ചോളം ലെങ്ത് ഉള്ളതും കൂടി കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു. കാരണം അവിടെയാണല്ലോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ആ ലെങ്ത് എടുക്കുമ്പോൾ ബേക്കിലേക്ക് ഒരു 8, 8, 9 ഇഞ്ചിനൊക്കെ ലെവലിൽ ബേക്കിലേക്ക് നെക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ സീനത്ത് കൽപ്പറ്റ ആ ഒരു രീതിയിലുള്ള അളവും കൂടി ചെയ്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് അയക്കണമെന്നില്ല, അവിടെ തന്നെ ആരെങ്കിലും ഇതേപോലെ ഒരെണ്ണം അവർക്ക് തന്നെ അവിടെ വീട്ടിനടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ ഒന്ന് ചെയ്തിട്ട് നോക്കിയിട്ട് ഇതേപോലെ ഓക്കെ ആണെന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻറ്റ് വരും നിങ്ങൾക്ക്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മാഷാല്ലാ ഒരു സന്തോഷം. ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾ നമുക്കിങ്ങനെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു ധൈര്യത്തിൽ അത് അയച്ചതല്ലോ. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഒരു പ്രത്യേക സന്തോഷം കേട്ടോ മാഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.